ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യൂജീനിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ, അതിൻ്റെ വേര് പിടിപ്പിക്കാനുള്ള ടിപ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ എല്ലാ വീടുകളിലും ഗാർഡനിൽ ഇപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ചെടിയാണ് യൂജീനിയ പ്ലാന്റ്. അപ്പോൾ ഇത് ബോർഡർ പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് റെഡ് കളറിൽ വരുന്ന ഇതിൻ്റെ ഇലകളാണ്. കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഷേപ്പിൽ ഇതിനെ വിട്ടു നിർത്താനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലും വളരെ ഈസി ആയിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. നമുക്കിതിനെ ഷോർട്ട് പ്ലാന്റ് ആയിട്ടും 2 ആൾ പൊക്കം വരുന്ന ട്രീ ആയിട്ടും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. യൂജീനിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ, അത് വേര് പിടിപ്പിക്കാനുള്ള കുറച്ച് ടിപ്സ്, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ഈ ചെടി നടുന്നതിന് വേണ്ടി കമ്പ് മുറിക്കുമ്പോൾ ഒത്തിരി മൂത്ത കമ്പ് നോക്കി മുറിക്കരുത്. ചെറിയ വണ്ണം കുറഞ്ഞ കമ്പ് വേണം മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. വേര് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയാണിത്. നമ്മൾ നട്ട് 1 മാസമെങ്കിലും വേണം ഇതിൻ്റെ വേര് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ചെടി ഈസി ആയിട്ട് വേര് പിടിപ്പിക്കാനുള്ള കുറച്ച് ടിപ്സുകൾ പരിചയപ്പെടാം. ഇതുപോലുള്ള ചെറിയ കമ്പുകളാണ് നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ താഴെയുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇനി നമ്മൾ ഇത് നടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. നമ്മളിതാ ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് നടുവേ നിന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് നടുക്കായിട്ട് ഒരു ദ്വാരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെടിയുടെ കമ്പ് ഉപയോഗിച്ച് ദ്വാരം ഇടാൻ പാടില്ല, മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് വേണം ദ്വാരം ഇടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെടിയുടെ കമ്പ് ഇതിലേക്ക് നട്ടു കൊടുക്കാം. നട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് തണലത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ വാട്ടർ കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഒന്നും നനച്ചു കൊടുക്കേണ്ടതില്ല. ഇടയ്ക്ക് വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ 1 മാസമെങ്കിലും വേണം നമുക്കിതിൽ വേര് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. വേര് പിടിച്ച് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ മണ്ണ് നിറച്ച ശേഷം ഇത് നട്ടുകൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് യൂജീനിയ പ്ലാന്റ് വേര് പിടിപ്പിച്ചെടുക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണിത്. അപ്പോൾ നമ്മുടെ പോട്ട് മിക്സ് ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലാണ് ഇപ്പോൾ നിറച്ചിരിക്കുന്നത്. അപ്പോൾ പോട്ട് മിക്സായിട്ട് മണൽ പിന്നെ ചാണകപ്പൊടി ഇട്ട മിശ്രിതമാണ്. അതിലേക്ക് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ പോട്ട് മിക്സിലേക്കാണ് നമ്മൾ ഇപ്പോൾ കമ്പ് നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരുക്കിയെടുത്തിരിക്കുന്ന കമ്പ് അടിയിലെ ഇലകളെല്ലാം കട്ട് ചെയ്ത ശേഷം തന്നെയാണ് നമ്മൾ കമ്പ് നടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുവശത്ത് കുറച്ച് മണ്ണ് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിരട്ടക്കരിയാണ് കേട്ടോ. ചിരട്ട കത്തിച്ച കരിയാണ്, നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിരട്ടക്കരി ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് കമ്പ് നടുന്നത്. നമ്മുടെ ഈ ചിരട്ടക്കരി ഉണ്ടല്ലോ, നമുക്ക് കട്ടിയുള്ള തണ്ട് വരുന്ന ഏത് ചെടികൾ നടുമ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. റോസാക്കമ്പിനൊക്കെ വേര് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കരി ഇട്ടിട്ട് കമ്പ് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ടിപ്സ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയുടെ ഒരു കഷ്ണം മുറിച്ചെടുക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങിൽ വെച്ചതുപോലെ തന്നെ കറ്റാർ വാഴയിലേക്ക് ചെടിയുടെ കമ്പ് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് പോട്ട് മിക്സ് ഗ്രോ ബാഗിൽ നിറച്ചിട്ട് ഈ കഷ്ണം, ആ കറ്റാർ വാഴയുടെ കഷ്ണം അതിലേക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. അവിടെ ഇരുന്ന് തന്നെ അത് വേര് പിടിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യൂജീനിയ പ്ലാന്റ് വേര് പിടിപ്പിക്കാനുള്ള ടിപ്സുകളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.